പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിലെ മഹിമപ്പെടുമാറാകട്ടെ. ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ തണലിൽ, ദൈവത്തിൻ്റെ കൂടാരത്തിൻ്റെ മറവിൽ, ആ അത്യുന്നതൻ്റെ മറവിൽ, സർവശക്തിയുടെ നിഴലിൻ്റെ കീഴിൽ പാർത്തുകൊണ്ട് അരുണോദയത്തിങ്കൽ ആ കിരണങ്ങൾ ഏൽക്കുന്നതിന് മുമ്പ് നീതി സൂര്യൻ്റെ പൊൻകിരണങ്ങൾ, രോഗോപശാന്തി തഴുകുന്ന ആ കിരണങ്ങൾ ഏറ്റുകൊണ്ട് കൂടാരത്തിൻ്റെ മറവിൽ നിന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ പ്രഭാതത്തിൽ ദൈവജന ധ്യാനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം, Psalms 27 verse 14 വായിക്കുന്നു. യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. നമുക്ക് പരിചിതമായ ഒരു പരിചിതമായ വാക്കാണ് ഇത്. കേൾക്കുന്ന വചനമാണ്, നമ്മളെ ആഹ്വാനം ചെയ്യുന്നതാണ്. യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. ഹല്ലേലൂയ. 27-ാം സങ്കീർത്തനത്തിന്റെ ഹെഡിങ്ങിൽ അറിയാം ഇത് ദാവീദിന്റെ സങ്കീർത്തനമാണെന്നുള്ളത്. പക്ഷെ ഈ സങ്കീർത്തനം ചില കാര്യങ്ങൾ കൊണ്ട്, പ്രാർത്ഥിക്കാൻ എടുക്കുന്നത് കൊണ്ടോ അടർത്തിയെടുത്ത ചില വാക്കുകൾ നമുക്ക് മനഃപ്പാഠമായതുകൊണ്ട് ഈ സങ്കീർത്തനം നമ്മുടെ ഹൃദയത്തിൽ പതിയുകയും വാക്യങ്ങൾ ഹൃദയത്തിൽ പതിയുകയും ചെയ്യുന്നു. ഇതിനകത്തെ വചനമാണ്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല, എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല, എനിക്ക് യുദ്ധം നേരിട്ടാലും നിർഭയമായിരിക്കും, കാര്യം യഹോവ എന്നോട് കൂടിയിരിക്കുന്നു എന്നുള്ളത്. പിന്നെ മറ്റൊരു വചനം നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ ഉപയോഗിക്കും, അനർത്ഥ ദിവസത്തിൽ അവൻ്റെ കൂടാരത്തിന്റെ മറവിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ ഒളിപ്പിക്കും എന്നുള്ളത്, പാറമേൽ എന്നെ ഉയർത്തുമെന്നുള്ളത്. പിന്നെ ശത്രുക്കളുടെ കണ്ട് എൻ്റെ കണ്ണ് നോക്കി സന്തോഷിക്കുമെന്നുള്ളൊരു വാക്യം പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇത്. പിന്നെ എൻ്റെ മുഖം അന്വേഷിപ്പീൻ, കർത്താവിൽ നിന്ന് എനിക്ക് രക്ഷ വരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പിന്നെ യഹോവ എനിക്ക് തുണയായിരിക്കുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളുമെന്നുള്ള ദാവീദിന്റെ ഫേമസ് കോട്ട് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കും. കള്ളസാക്ഷികളും അതേ ക്രൂരത്വം വിശ്വസിക്കുന്നവരും എന്നോട് എതിർത്തിരിക്കുന്നു എങ്കിലും, അപ്പോൾ ആകെ കൂടി ടോട്ടലായിട്ട് അപ്പനും അമ്മയും ഉപേക്ഷിച്ചു, അത് മറ്റാരുമില്ല. അങ്ങനെ ഇരിക്കുന്ന ഒറ്റപ്പെട്ട അവസ്ഥയ്ക്കകത്ത്, ഏകാന്തതയ്ക്കകത്ത് ചേർത്തു പിടിക്കുന്ന, മാറോട് തഴുകുന്ന, ചേർത്തു പിടിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം അനുഭവിച്ച് ആസ്വദിക്കുന്ന ദാവീദിന്റെ വാക്കുകളാണ് ഈ അവസാനം കേട്ടത്. ക്രൂരത്വം വിശ്വസിക്കുന്ന ദുഷ്കർമ്മികള് അപ്പനും അമ്മയും ഉപേക്ഷിച്ചു, ഒറ്റപ്പെട്ടു പോയി, അനർത്ഥ ദിവസം മുമ്പിൽ വരുന്നു. അപ്പോഴെല്ലാം ആശ്രയിക്കാൻ ലോകത്തിലെ എല്ലാ ആശ്രയവും നഷ്ടപ്പെട്ടപ്പം, രക്തബന്ധങ്ങളും ചാർച്ചക്കാരും കൂട്ടുകാരും നഷ്ടപ്പെട്ടപ്പം, ഒരേ ഒരു ആശ്രയത്തിൽ മാത്രം ആശ്രയിക്കുന്ന, ഒരിടത്തു മാത്രം ആശ്രയിക്കുന്ന, യഹോവയിൽ മാത്രം ആശ്രയിക്കുന്ന ആ ദൈവത്തിന്റെ കരം, അത് ആ വചനമാണ് പറയുന്നത്, യഹോവയിങ്കൽ പ്രത്യാശ വയ്ക്കുക. അപ്പൊ ഇതിനകത്തൊരു ആഴ്ച, ഒരു ഡീപ് തിങ്കിങ് ഉണ്ട്. കാരണം മറ്റെല്ലാം ഉപേക്ഷിക്കപ്പെട്ടപ്പോഴും, രക്തബന്ധങ്ങളും ചാർച്ചക്കാരും വേണ്ടത് വെച്ചപ്പോഴും, അവരൊക്കെ വഴിയിലിട്ടിട്ട് പോയപ്പോഴും, അവന്റെ പ്രതിസന്ധിക്കകത്ത് ബന്ധം വേണ്ടെന്ന് പറഞ്ഞു ഒഴിവാക്കിയപ്പോഴും, യഹോവയിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ദാവീദ് വീഴാതെ താഴാതെ ആ സങ്കീർത്തനത്തിൽ പറയുന്നതുപോലെ, അനർത്ഥ ദിവസം ഉണ്ടാകാത്തത് കൊണ്ടല്ല, അനർത്ഥങ്ങൾ ഒന്നിനു പുറകെ ഉണ്ടായപ്പോഴെല്ലാം ദൈവത്തിന്റെ കൂടാരത്തിന്റെ മറവിൽ അതേ ആശ്രയത്വം കൊടുത്ത ദാവീദ പറയുന്നത്. ഇനി വചനം കേൾക്കുമ്പോൾ വിശ്വസിച്ചോ കുഞ്ഞേ, നിനക്ക് അനർത്ഥം ഉണ്ടാകാത്തത് കൊണ്ടല്ല, വേദന ഉണ്ടാകാത്തത് കൊണ്ടല്ല, കൂടാരത്തിന്റെ മറവിൽ അഭയം തരുന്ന ഒരുവരുണ്ട്. ഹല്ലേലൂയ. നിന്റെ കൂടാരത്തിന്റെ മറവിൽ ഒളിപ്പിക്കുന്ന ഒരു ദൈവകരം, കൂടാരത്തിന്റെ മറവിൽ അഭയം തരുന്ന ഒരു ദൈവകരം. അതിന്റെ അവസാനത്തെ കൺക്ലൂഷനിൽ ദാവീദ് പറയുക, ധൈര്യപ്പെട്ടിരിക്കുക കുഞ്ഞെ, നീ ധൈര്യപ്പെട്ടിരിക്കുക. ഇത് ദാവീദിനോട് പറയുമ്പോൾ തന്നെ ഇത് മറ്റുള്ളവരോട്, എന്നേതെങ്കിലും കാരണവശാലൊക്കെ ഹൃദയം കലങ്ങി പതറി, അതേ കാണേണ്ടിവർ കാണാതെ പോകുമ്പോ, അപ്പനും അമ്മയും ചേർത്ത് പിടിക്കേണ്ടിവർ ചേർത്ത് പിടിക്കാതെ ഉപേക്ഷിച്ചു എന്ന് തോന്നുമ്പോ, നിന്റെ ജീവിത യാത്രയ്ക്കകത്ത് ഒറ്റപ്പെടുമ്പോ, അനർത്ഥം വരുമ്പോ കൂടെ കാണുമെന്ന് വാക്ക് തന്നവർ ഒറ്റപ്പെടുത്തി മാറി നിൽക്കുമ്പോ, ചാർച്ച
അയൽവാസക്കാര് പോലും അകന്നു നിൽക്കുമ്പോ, നിനക്ക് വേണ്ടി നിൽക്കേണ്ടിവർ, സംസാരിക്കേണ്ടിവർ നിന്നെ അറിയില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോ, ഹൃദയം വേദനിക്കുമ്പോ, എല്ലാ ആശ്രയത്വം നഷ്ടപ്പെടുമ്പോ, ദാവീദൊരു മാതൃകയായിട്ട് നിന്നിട്ട് പറയുക, നീ ഒറ്റപ്പെട്ടവനല്ല, നീ ഉപേക്ഷിക്കപ്പെട്ടവനല്ല. ലോകം നിന്നെ ഉപേക്ഷിക്കട്ടെ, പക്ഷേ അഖിലാണ്ടത്തിന്റെ ഉടയവന്, നിന്നെ സൃഷ്ടിച്ചവനുമായ ദൈവം പറയുക, യഹോവയിൽ പ്രത്യാശ വയ്ക്കൂ കുഞ്ഞേ. അതെ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. അവൻ തന്നെ നിന്റെ മുഖപ്രകാശ രക്ഷയും നിന്റെ വീണ്ടെടുപ്പുകാരനും. അവനിൽ നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. അവനിൽ നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ആ വാചനത്തിലേക്ക് ഒന്ന് കടന്നു വന്നേ. അതിന്റെ അത് മുമ്പിലത്തെ വാക്യം പറയുന്നത് എന്താണെന്നറിയാമോ? കാര്യങ്ങളൊക്കെ ഇങ്ങനെയാ, സാഹചര്യങ്ങളെല്ലാം എതിരാ, എല്ലാം നെഗറ്റീവാ, നോക്കുന്നതെല്ലാം നെഗറ്റീവാ. ഒന്നിനു പുറകെ ഒന്നായി അനർത്ഥം വന്നുകൊണ്ടിരിക്കുക. ആ അനർത്ഥത്തിന്റെ എല്ലാം നടുവില്, ആ പ്രതിസന്ധിയുടെ എല്ലാം നടുവില് ഒരു പ്രതീക്ഷയായി, ഒരു പ്രത്യാശയായി നിനക്ക് വേണ്ടി കർത്താവുണ്ട്. ആ വചനത്തെ ഉറപ്പിക്കുന്ന അതിന്റെ അവസാനത്തെ മുമ്പിലത്തെ വചനമുണ്ട്, ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന്. ബാക്കി എല്ലാ വഴികളും അടയുമ്പോ, ബാക്കി എല്ലാ ആളുകളും അകന്നു പോകുമ്പോൾ, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുമ്പോ, ആശ്രയത്വം മുഴുവൻ അടഞ്ഞു പോകുമ്പോൾ, പകൽ വെളിച്ച കൂരിരുട്ട് പോലെ നിനക്ക് അനുഭവപ്പെടുമ്പോൾ, അതിന്റെ നടുവിൽ ചവിട്ടി നിന്ന് ദാവീദ് പറയുക, ആ വഷളന്മാർ, ക്രൂരത്തെ വിശ്വസിക്കുന്നവർ, ചുറ്റും അതേ വിവക്ഷയോടുകൂടി നോക്കുന്നവർ, നശിപ്പിക്കുവാൻ നോക്കുന്നവർ, ഒഴിവാക്കി മാറ്റി നിർത്തിയവർ, അപ്പനും അമ്മയും ചർച്ചക്കാർ എല്ലാത്തിന്റെ നടുവിൽ നിന്നിട്ട് പറയുക, ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ കഷ്ടം. എനിക്ക് ലഭിച്ചത് കൊണ്ടാ ദാവീദിന്റെ അനുഭവം. അത് ദാവീദിന് ലഭിച്ചത് കൊണ്ട്, അനുഭവത്തിൽ എന്ന് പറയുക, എനിക്ക് ലഭിച്ചത് കൊണ്ട്. അടുത്ത വചനം പറയുന്നത്, അതുകൊണ്ട് യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ഇത് ദാവീദിനോട് പറയുമ്പോ, ഇന്ന് ഈ വചനം കേൾക്കുന്നത് നിന്നോട് ദൈവ വചനമായിട്ട് സംസാരിക്കട്ടെ. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ഹല്ലേലൂയ. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ഇന്ന് ഈ ആചരണം കേൾക്കുമ്പോൾ കുഞ്ഞെ, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. കൈവിടാത്തവനായി, ഈ ലോകത്തിൽ കൈവിടാത്തവനായി, അതേ മരണത്തിന് പോലും വേർപിരിക്കാൻ പറ്റാതെ നിത്യത വരെ നിന്നെ എത്തിക്കുന്ന കർത്താവ് കൂടെയുണ്ടെന്ന് ഇന്ന് രാത്രിയിൽ ഒന്നുകൂടി, ഈ പ്രഭാതത്തിലോ ഈ വചനം കേൾക്കുന്ന നിമിഷത്തിൽ ഉറച്ചു വിശ്വസിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. സ്വർഗത്തിന്റെ കരം കൂടിയിരിക്കുന്നു. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. അതേ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു. എൻ്റെ സഭയിലെ എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവേ, ഹല്ലേലൂയ, പ്രാർത്ഥന കൂട്ടായ്മയിലെ പ്രാർത്ഥന പോരാളികള് മറ്റെല്ലാവരെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ, കർത്താവേ, ജീവനുള്ളവരുടെ ദേശത്തെ യഹോവയുടെ നന്മ കാണുമെന്ന് ആശയേറ്റവർക്ക് ആശ്രയമായി, ആശ്രയം പോയവർക്ക് ആശ്രയമായി, വഴി അടഞ്ഞവർക്ക് വാതിലായി, പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷയായി, പ്രത്യാശയായി, അന്ധകാരത്തിലിരിക്കുന്നവർക്ക് നീതിസൂര്യനായി, അവിടുന്ന് ഇന്ന് പ്രഭാതത്തിൽ പ്രത്യക്ഷമാകുന്നതിനായി, കൂടിയിരിക്കുന്നതിനായി നന്ദി പറയുന്നപ്പാ. ആ ജനത്തെ അങ്ങനെ തന്നെ അനുഗ്രഹിക്കുന്നു. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. അതെ, യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. യഹോവയിൽ പ്രത്യാശിക്കുക, നിനക്കുള്ള പ്രതിഫലമുണ്ട്. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു, തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. സകലമാനുഭവത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. അതുവരെ ദൈവകൃപയ്ക്കുള്ളിൽ മറക്കട്ടെ. ഗോഡ് ബ്ലസ് യു.